ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു കുട്ടി വ്ളോഗാണ്. നമ്മളിന്നൊരു വീട്ടിലോട്ടാണ് യാത്ര പോകുന്നത്. ഞാനിവിടെ നിൽക്കുന്നത് ഒരു കുളത്തിൻ്റെ അടുത്താണ്. അത് കുളമാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല, നിറയെ ചപ്പ് പിടിച്ച് കിടക്കുകയാണ്. അപ്പോൾ ഈ കുളത്തിൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ. നമ്മളിന്ന് പോകുന്നത് ഒരു വീട്ടിലെ ജൈവ കൃഷിത്തോട്ടം കാണാനാണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. ഇപ്പോൾ നമ്മൾ ആ വീടിൻ്റെ മുന്നിലാണ് നിൽക്കുന്നത്. അപ്പം നമുക്ക് അവരുടെ ജൈവ കൃഷി കാണാൻ പോവാം. ടെറസിൻ്റെ മുകളിലാണ് അവർ ജൈവ കൃഷി ചെയ്യുന്നത്. കാണാൻ പോവാം. നമ്മൾ ടെറസിൻ്റെ മുകളിലോട്ട് പോവുകയാണ്. ആ പോകുന്ന വഴിക്ക് തന്നെ അവർ ചെടികളെല്ലാം മനോഹരമായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം പോവാം. ഇതാണ് ഞാൻ ആ പറഞ്ഞ ജൈവ കൃഷിത്തോട്ടം. ഇതാണ് നമ്മുടെ ജൈവ കൃഷി ചെയ്യുന്ന ചേട്ടൻ. ആ ചേട്ടൻ്റെ പേരെന്താണ്? എൻ്റെ പേര് വന്നിട്ട് സുനിൽ രാജൻ എന്നാണ്. ഞാൻ ഈ സ്ഥലത്തിൻ്റെ വാടകയ്ക്ക് ഞാൻ താമസിക്കുന്നതാണ്. ഇവിടെ ഇപ്പോഴും 4-5 ഐറ്റം വാഴയുണ്ട്. മോറീസ് ഉണ്ട്, പിന്നെ ഏത്തനുണ്ട്, കപ്പ വാഴയുണ്ട്, രസതിളുണ്ട്. ഇതിപ്പം നട്ടിട്ട് ഏകദേശം ഒരു 3-4 മാസമായിട്ടുണ്ട്. അപ്പം ഇപ്പോൾ ഒരു മഴ പെയ്തപ്പോൾ ഇതിന് നല്ലൊരു കൊഴുപ്പും ഒരു ശക്തിയും വന്നിട്ടുണ്ട്. നേരത്തെ കുത്തി ശോഷിച്ചതുപോലെ ഇരുന്ന്, കാരണം ഇത്ര വെള്ളം ഒഴിച്ചാലും ചൂടിൻ്റെ കാലാവസ്ഥയിൽ കുറച്ച് മങ്ങിയൊക്കെയാണ് നിന്നത്. ഇപ്പോൾ നല്ല തഴച്ച് വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ സന്തോഷമുണ്ട്. ഓക്കെ. ഇവിടെ പിന്നെ എൻ്റെ വീട്ടാവശ്യത്തിനാണ്, ഞാനിത് വിൽക്കാനല്ല. പക്ഷെ എന്നാലും വാഴ എനിക്ക് ഇത്രയും ആവശ്യമില്ല. ഏകദേശം 20-22ഓളം വാഴ ഇന്ന് നിൽക്കുകയാണ്. ഇവിടെ വെണ്ട നട്ടിട്ടുണ്ട്, പച്ചമുളക്, തക്കാളി, പിന്നെ ഡ്രാഗൺ ഫ്രൂട്ട്, അങ്ങനെ ചെറിയ അതൊക്കെ വീട്ടാവശ്യത്തിനായിട്ട് അങ്ങനെ നട്ടിട്ടുണ്ട്. സന്തോഷം. പുറത്ത് കൃഷി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഞാൻ ഈ സുവിശേഷ വേലയാണ്, ബൈബിൾ ക്ലാസ് എടുക്കുന്ന പാസ്റ്ററാണ്. അപ്പോൾ അതും ഇതായിട്ട് എനിക്ക് രണ്ടും കൂടെ ഒരുമിച്ച് പോകാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് റെസ്റ്റ് എടുത്ത് ഇരിക്കുന്ന സമയത്താണ് ഈ ജോലിയൊക്കെ ചെയ്തത്. അതുകൊണ്ട് വേറെ ഞങ്ങൾ ഹൗസ് ഓണർ, അവർ വലിയ സ്നേഹമാണ്. അവർ പറഞ്ഞു അവർക്ക് വേറെ സ്ഥലമുണ്ട്, അവിടെ നമുക്ക് കൃഷി ചെയ്യണമെങ്കിൽ ചെയ്യാം, പാസ്റ്ററിന് എന്തോണോ ചെയ്യാൻ പറഞ്ഞു. പക്ഷേ എനിക്ക് അതിനോട് അത്ര താല്പര്യം വരാത്തത്, ഈ ബൈബിൾ പരമായിട്ടും കൃഷിയായിട്ട് കൂടുതൽ എനിക്ക് സമയം കിട്ടാറില്ല. ഉറക്കം കുറവാണ്, ബിസി മാനാണ്. അപ്പോൾ അതിനിടയിൽ ഈ വീട്ടിൻ്റെ അടുത്ത് തന്നെ കുറച്ച് വീട്ടാവശ്യത്തിന് അങ്ങനെ നട്ടാണ്. ഇവിടെ മാത്രമേ ഉള്ളൂ, വേറൊരു സ്ഥലത്തില്ല. കുട്ടിക്കാലം മുതലേ കൃഷിയോട് താല്പര്യമുണ്ടോ? എനിക്കിപ്പം 52 വയസ്സായി. പക്ഷേ എൻ്റെ ഒരു 5 വയസ്സ് മുതൽ എൻ്റെ കുടുംബ വീട്ടിൽ ഞങ്ങൾക്ക് അമ്മയ്ക്കും പപ്പയ്ക്കും 10 മക്കളാണ്, ഫാസ്റ്റായിട്ട് പറയാം. അതിൽ ഏറ്റവും ലാസ്റ്റിലത്തെ ആളാണ് ഞാൻ. വീട്ടിൽ 50 സെൻറ്റിൻ്റെ അകത്ത് പല കൃഷികളും ഉണ്ടായിരുന്നു. പശു, അങ്ങനെ സസ്യങ്ങൾ, മത്സ്യങ്ങൾ, മൃഗങ്ങൾ, എല്ലാ ഐറ്റം ഉണ്ടായിരുന്നു. അവിടെ നിന്നാണ് ഞാനിത് പഠിച്ചത് തന്നെയാണ്. ഇതിന് വേറെ കടകളിലൊന്നും വാങ്ങിച്ചോ കെമിക്കലായിട്ടോ ഒന്നും ഇടാറില്ല. ഞങ്ങളെ വീട്ടിലുള്ള ഫുഡ് കഴിക്കുന്ന വേസ്റ്റും, പച്ചക്കറിയുടെ വേസ്റ്റ്, ചാമ്പൽ, ഇവിടെയുള്ള കാട്, ചപ്പ്, ചവറ്, അഴുകുന്ന എല്ലാ ഐറ്റവും ഇതിൻ്റെ മൂട്ടിലിട്ടൊക്കെയാണ്. ചാമ്പൽ അല്ലാതെ വേറെ അങ്ങനെ പ്രത്യേകിച്ച് കാശ് കൊടുത്ത് വാങ്ങിച്ചിട്ടുള്ള ഒരു പരിപാടി ഇവിടെ ഇല്ല. വൈഫിന് വളരെ ഇഷ്ടമാണ്. അതൊരു തമാശയാണ്. വൈഫിന് കൂടുതൽ ഇതൊക്കെ പറിച്ചെടുക്കാനാണ് ഇഷ്ടം.
പക്ഷേ വന്ന് സഹായിക്കാൻ വൈഫിന് കുറച്ച് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. മോളും മോനും കുറച്ച് അവർക്ക് കിട്ടുന്ന സമയത്ത്, മോള് ഡിഗ്രി, മോൻ വന്ന് 10ാം ക്ലാസ്സാണ്. അവന് മോളും മോനും കിട്ടുന്ന സമയത്ത് വന്ന് എൻ്റെ കൂടെ സഹായിക്കാറുണ്ട്. വെട്ടാനും കിളയ്ക്കാനും എല്ലാത്തിനും അവർക്ക് നല്ല ഉത്സാഹമാണ്. തക്കാളിയാണ് എന്ത് വളമാണ് ഇട്ടിരിക്കുന്നത്? ഇത് ശ്രദ്ധിക്കുക, ഇത് ചൈന അല്ലെങ്കിൽ ഇന്തോനേഷ്യ എന്ന് പറയുന്ന ആ നാടുകളിലുള്ള തക്കാളിയാണ്. അതുകൊണ്ടാണ് ഇതൊന്ന് ശ്രദ്ധിച്ചാൽ ഇതൊരു നീളം ടൈപ്പാണ്. ഇതൊരു മോഡലില്ല. നമ്മളെ തക്കാളി എന്ന് പറയുന്നത് അപ്പർ സൈഡ് ഞാൻ നട്ടിട്ടുണ്ട്, നമ്മുടെ കേരളത്തിലുള്ള തക്കാളി. ഇത് നിറച്ചും കായ്ക്കും, പക്ഷെ വലുതാവാറില്ല. അതൊന്ന്. ഇതിൻ്റെ വളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെമിക്കൽ വളമാണ്. പക്ഷെ ഇത് കെമിക്കൽ വളം ഇടാതെ തന്നെ വീട്ടിനകത്തുള്ള നമ്മളെ വീട്ടിലുള്ള പച്ചക്കറികളും സാധാ ഇവിടെയുള്ള നമ്മളെ ചാണകപ്പൊടിയും ഇച്ചിരി ചാമ്പൽ ചട്ടിയിലായതുകൊണ്ട് ചാമ്പൽ കൂടുതലിടാൻ പാടില്ല. ഒരു ചെറിയൊരു പിടിക്കേ ഇടാവൂ. കൂടുതലും ചാണകപ്പൊടിയും സാധാ ഞങ്ങളെ വീട്ടിലുള്ള പച്ചക്കറി. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഈ മീൻ കഴുകുന്ന വെള്ളം, ഇറച്ചി കഴുകുന്ന വെള്ളം ഇതിനൊഴിക്കാറുണ്ട്. പക്ഷെ അതുകൊണ്ടാണെന്ന് തോന്നുന്നത് ഇത് അവരുടെ നാട്ടിൽ നിൽക്കുന്നത് പോലെ അത്രമാത്രം നിറച്ച് കിട്ടാൻ കാരണം. ഇതിന് കുറച്ച് മണ്ണ് മതി, കുറച്ച് വളവും മതി, നിറച്ചും കായ്ക്കും. അപ്പം ഇതിന് കൂടുതലായിട്ട് എൻ്റെ ഒരു ബുദ്ധിക്ക് തക്കവണ്ണം ഞാൻ നോക്കുമ്പോൾ ഇതിന് മീൻ വെള്ളവും ഇറച്ചി കഴുകുന്ന വെള്ളമാണ് ഇതിന് കൂടുതൽ ഇഷ്ടം. ഓക്കെ, അതാ നിങ്ങൾ ശ്രദ്ധിച്ചാട്ടെ, നല്ല രീതിയിൽ നിൽക്കുകയാണ്. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇതിനെക്കുറിച്ച്? ഇത് വിത്ത് ഞാൻ വാങ്ങിയതല്ല. ഈ വിത്ത് ഞങ്ങളെ വീട്ടിൽ വാങ്ങിച്ച തക്കാളി അരിഞ്ഞതിൻ്റെ ബാക്കി വേസ്റ്റ് ഞാൻ കൊണ്ട് ഇതേപോലെ ഒരു ചെടിയുടെ മൂട്ടിൽ ഇട്ടപ്പോൾ അവിടെ നിന്ന് പൊടിച്ചതാണ്. അവിടെ പൊടിച്ചൊരു തക്കാളി നിൽക്കുന്നത് കണ്ടു. എനിക്കൊരു ഡൗട്ട് തോന്നി, അതിൻ്റെ ഇലയ്ക്കും അതിൻ്റെ രൂപത്തിനും പാപത്തിനും ഇതൊരു വ്യത്യാസമുണ്ട്, നമ്മളെ കേരളത്തിലുള്ള തക്കാളി അല്ലല്ലോ എന്ന് ചിന്തിച്ച് ഞാൻ തന്നെ ഇളക്കി ഒരു സെപ്പറേറ്റ് ആയിട്ട് വെച്ച് ആദ്യമായിട്ടാണ് എനിക്കിത് ഇങ്ങനെ ഒരു സംഭവം കിട്ടുന്നത്. ഇത് ഇന്തോനേഷ്യയിലുള്ളതാണെന്നാണ് കൂടുതലായിട്ട് എനിക്ക് തോന്നുന്നത്. വിത്ത് ഞാൻ വാങ്ങിയതല്ല, തനിയെ ഞങ്ങൾ വാങ്ങിച്ച പച്ചക്കറിയിൽ നിന്ന് കൊണ്ട് നട്ടപ്പോൾ പൊടിച്ചതാണ്. വേസ്റ്റായിട്ട് മറ്റുള്ള ചെടിക്ക് മറ്റുള്ള വെണ്ടയ്ക്കൊക്കെ വളമായിട്ട് ഇട്ടപ്പോൾ അതിൽ പൊടിച്ചു വന്ന തൈയാണ് ഞാൻ ഇളക്കി നട്ടത്. ഇതിപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ നമ്മളെ കേരളത്തുള്ള അല്ലെങ്കിൽ നമ്മളെ കേരളത്തിൽ കിട്ടുന്ന ഉണ്ട തക്കാളിയുണ്ട്, നല്ല മോഡലും ഷേപ്പുള്ളത്. അതാണ് ഞാൻ നടാറ്. 20 രൂപയാണ് എൻ്റെ തൈ. അത് തൈ വാങ്ങിച്ചാണ് നടാറ്. ഇത് എനിക്കൊരു വെറൈറ്റി ആയിട്ട് ഞങ്ങളെ വീട്ടിൽ നിന്ന് കിട്ടിയതാണ്. ഞാൻ നട്ടതല്ല, തനിയെ ഏതൊരു ചെടി ചട്ടിക്കകത്ത് ഇങ്ങനെ പൊടിച്ചു വന്നപ്പോൾ അതിൽ നിന്ന് ഇളക്കി നട്ട് പൊടിപ്പിച്ചതാണ്. ഇവിടെ നമ്മളെ കേരളത്തിലുള്ള ഇത് തക്കാളിയുണ്ട്, അത് കഴിഞ്ഞിട്ട് വെണ്ട ഉണ്ട്, അത് കഴിഞ്ഞിട്ട് ഇഞ്ചി നട്ടിട്ടുണ്ട്, പിന്നെ കീര നട്ടൊക്കെയാണ്. കീര പാവിയിരിക്കുകയാണ്, കീര ആയിട്ടില്ല. ഇത് കീര പൊടിച്ച് ഞാൻ വിത്തിന് വേണ്ടി നിർത്തിയിരിക്കുകയാണ്. ഇത് 2 എണ്ണം ഞാൻ കറി വയ്ക്കാൻ കട്ട് ചെയ്തിട്ടില്ല, കാരണം ഇത് നല്ല ഒറിജിനൽ കീര ആയതുകൊണ്ട്, ചുവന്ന കീര ആയതുകൊണ്ട് അതിൻ്റെ വിത്തിന് വേണ്ടി നിർത്തിയിരിക്കുകയാണ്. പിന്നെ ഇതാ വെണ്ട ഉണ്ട്, ഇത് വെണ്ട കട്ട് ചെയ്യാൻ പരുവായതാണ് ഒരെണ്ണം. ബാക്കി ഇതൊക്കെ കാച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അങ്ങോട്ട് വെണ്ട ഉണ്ട്, പിന്നെ ഡ്രാഗൺ ഫ്രൂട്ട്, പിന്നെ അതാ പൈനാപ്പിൾ ഉണ്ട്, അതാ പൈനാപ്പിൾ നിൽക്കുകയാണ്. കത്തിരിക്ക വഴുതലം ഉണ്ടായിരുന്നു, വഴുതലം തീർന്നു. ഇത് 4ാമത്തെ നിലയിലാണ് ഈ സംഭവം നിൽക്കുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് 4ാമത്തെ നിലയിലാണ്. ഏറ്റവും താഴത്തെ തട്ടിൽ നിന്ന് ഇത്രയും 4ാമത്തെ നില വരെ ഇത്രയും മണ്ണ് കൊണ്ടുവരണമെങ്കിൽ വളരെ പാടാണ്. കൃഷിയോടുള്ള ഒരു പ്രേമം അല്ലെങ്കിൽ ഒരു ഇഷ്ടം ഉള്ളത് കൊണ്ട് ഇതിൻ്റെ ഹാർഡ് വർക്കിന് നമ്മളൊരു വില കൊടുക്കാതെ, ഹാർഡ് വർക്കിന് ഒരു സീരിയസ് കൊടുക്കാതെയാണ് ആ കൃഷിയെ സ്നേഹിക്കുന്നത് മൂലമാണ് ഇത്രയും മണ്ണ്, ഏകദേശം ചെറിയ ഒരു പെട്ടി ആട്ടാര വിധത്തിന് മണ്ണ് ഇതിൻ്റെ മേളിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കെല്ലാവർക്കും ഇത് ചെയ്യാൻ കഴിയും. ഇതൊന്നും വലിയ പൈസ മുടക്കുള്ള കാര്യമല്ല, കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യണം. മണ്ണ് ആദ്യം എത്തിക്കേണ്ട ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം മീൻ കഴുകുന്ന വെള്ളവും ഈ ചാണകപ്പൊടി ഇല്ലെങ്കിലും ശരി, വീട്ടിലുള്ള ഞങ്ങളെ ഫുഡ് കഴിക്കുന്ന വേസ്റ്റും പച്ചക്കറിയുടെ വേസ്റ്റും കൊണ്ട് നമുക്ക് നമ്മളെ വീട്ടിലത്തേക്കുള്ള ഒരു നേരത്തേക്കുള്ള ഒരു പച്ചക്കറി ദിനം പ്രതി നമ്മളെ ഈ വീട്ടിൽ നിന്ന് എടുക്കാൻ പറ്റും. ഈ 4ാമത്തെ നിലയിൽ എനിക്കിത് ചെയ്യാൻ കഴിയുമെങ്കിലും നിങ്ങളൊക്കെ വീട് ഒരു നില ഉള്ളവരുണ്ട്, ഫ്ലാറ്റ് ഉള്ളവരുണ്ട്, പല തട്ടിലുള്ളവരുണ്ട്. അവർക്കൊക്കെയും ഇത് ചെയ്യാൻ കഴിയും. പിന്നെ ചീനിക്കിഴങ്ങെന്ന് പറയും, നമ്മളെ നാടൻ ഭാഷയിൽ ചീനി എന്ന് പറയും, അതിവിടെ ഉണ്ട്. അതിൻ്റെ ഇല എടുത്ത് ഞാൻ തോരൻ വയ്ക്കാറുണ്ട്. ഇന്നും ഞങ്ങളെ വീട്ടിലെ തോരൻ ചീനിയുടെ ഇലയായിരുന്നു. ഓക്കെ, താങ്ക് യു, ഗോഡ് ബ്ലസ് യു. വിഷാംശമില്ലാത്ത
പച്ചക്കറികൾ നമുക്ക് നമ്മുടെ വീട്ടിൽ ഇനി വിളയിച്ചെടുക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്.